സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദത്തിലായി. ഇപ്പോൾ കെ ശിവപ്രസാദാണ് VC ആയിട്ടിരിക്കുന്നത്. പക്ഷേ പ്രശ്നം അതല്ല. അവിടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ സിൻഡിക്കേറ്റ് കൂടുന്നില്ല, ബഡ്ജറ്റ് പാസ്സാക്കുന്നില്ല. ബഡ്ജറ്റ് പാസ്സാക്കാതിരുന്ന ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ആളുകൾക്ക് ബോണസ് കൊടുക്കാൻ പറ്റുമോ? ഓണത്തിന് അലവൻസ് കൊടുക്കാൻ പറ്റുമോ? പെൻഷൻ പറ്റിയവർക്ക് അലവൻസ് കൊടുക്കാൻ പറ്റുമോ? ബഡ്ജറ്റ് പാസ്സാക്കല്ലേ അതിൽ നിന്ന് ഈ തുകയൊക്കെ കാണിച്ചാലേ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ സാങ്കേതികമായി ബഡ്ജറ്റ് പാസ്സാക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന ന്യായങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അതിനകത്ത് അംഗമാണെന്ന് തോന്നുന്നു. ഗവൺമെൻറ് ധനകാര്യ സെക്രട്ടറി, ഗവൺമെൻറ്റിൻ്റെ കുറേ ആളുകൾ അംഗമാണ്. അപ്പോൾ കെ ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള യോഗത്തിന് അവർ പോകേണ്ടവർ തയ്യാറല്ല. പിന്നെ ഇടതുപക്ഷ യൂണിയനുകളിൽ ശമ്പളം കിട്ടിയില്ലെങ്കിലും കണ്ടില്ല, നമ്മൾക്ക് ബദൽ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തിയാൽ മതി. ശമ്പളം ഒന്നും വിഷയമല്ലെന്നേ. പട്ടിണി കിടന്ന് മരിച്ചാലും നമുക്ക് ആഗോളവൽക്കരണവും കാര്യങ്ങളൊക്കെ ശരിയായി വരട്ടെ, നമുക്ക് പട്ടിണി കിടന്ന് മരിക്കാം. അതാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഇടതുപക്ഷ സിൻഡിക്കേറ്റ് മെമ്പർ. അവർക്ക് എന്തോന്നേ, സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് എന്തോന്നുന്നത്? അവർക്ക് സിറ്റിംഗ് ഫീസല്ലേ കിട്ടുന്നത്, അവർക്ക് ശമ്പളം ഉള്ളതല്ലല്ലോ. ബാക്കിയുള്ള പാവപ്പെട്ട പിയൂണ് മുതൽ സെക്യൂരിറ്റി മുതൽ പാവപ്പെട്ടവരെ വീട്ടിൽ പായസം വയ്ക്കാനും കഞ്ഞി കുടിക്കാനും ഓണത്തിന് എന്തെങ്കിലും അവിയലോ പപ്പടോ സാമ്പാറോ നെയ്യോ വാങ്ങാനും ഒക്കെ ഉള്ള പൈസയാണിത്. അതുപോലെ ആളുകൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, ചെറുമക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, ചെറിയ ഓണാഘോഷം കാണാൻ പോവുക, ഇതിനൊക്കെ ഉള്ള പൈസയാണെന്നേ. മലയാളി അങ്ങനെ ഒരുപാട് സമ്പാദിച്ചെന്ന് വെക്കുന്ന ആളല്ല. പക്ഷേ അതുള്ള പൈസയൊന്നും കൊടുക്കാതെ ബഡ്ജറ്റും പാസ്സാക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. കോടതി ചെന്നപ്പോൾ കോടതി പിന്നെ അതിന് വേറൊരു രസമാണ്. കോടതി പറഞ്ഞു, അവിടെ കേസുകളുടെ തിരക്കാണല്ലോ, ഓണം കഴിയട്ടെ ആലോചിക്കാം. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? ബോണസ് കിട്ടും. ഓണം കഴിഞ്ഞ് ശമ്പളം കിട്ടും, ഓണം കഴിഞ്ഞ് പെൻഷൻ കിട്ടുമായിരിക്കും. അതിന് കോടതി വേണം, തർക്കം വേണം, ഫിനാൻസിൽ പോകണം, ഒരുപാട് വഴക്കും വക്കാണവുമാണ്. എന്തുകൊണ്ട് ഓണത്തിന് മുമ്പ് തന്നെ എല്ലാ വിഭാഗം ആളുകളെയും സന്തോഷിപ്പിക്കുന്ന, സ്നേഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല? അത് വളരെ വലിയൊരു വിഷയമാണ്. ഇപ്പം തന്നെ നോക്കൂ, മലബാർ ദേവസ്വംകാർ നമ്മൾ വീഡിയോ ചെയ്തതാണ്, വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരുടെ HR-മായി ബന്ധപ്പെട്ട വിഷയം, അംഗനവാടിക്കാരുടെ, പെൻഷൻകാരുടെ ഫെസ്റ്റിവൽ അലവൻസ്, അങ്ങനെ ഏതെടുത്താലും ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കഥയല്ലാതെ സത്യസന്ധമായി മലയാളി ആഘോഷിച്ച് സന്തോഷിക്കട്ടെ എന്നുള്ള ഒരു സമീപനം എന്താണ്? തൊഴിലാളി വർഗ സർവാധിപത്യ സമൂഹമായി നിൽക്കണം എന്നൊക്കെ പറയുന്ന പാർട്ടികൾ ഭരിക്കുമ്പോൾ നടക്കുന്നില്ല. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ MLA ആയാലും മന്ത്രിയായാലും MP ആയാലും എല്ലാം അവർ ബൂർഷ്വാസിയാകും എന്ന് വെറുതെ അല്ല പണ്ട് ആളുകൾ പറഞ്ഞു വെച്ചത്. ആര് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഭരണകൂടത്തിൻ്റെ ഭാഗമായാൽ ഏതൊരു സാധാരണ വ്യക്തിയും ബൂർഷ്വാസിയാകും, പിന്നെ മുതലാളിയായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം.